ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. അപ്പോ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28-നാണ്. പഠിച്ചു വെക്കുക. MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ അത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ ആരാണ്? MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ശൂന്യാകാശ ഗവേഷണ പദ്ധതിക്ക് ശക്തമായ അടിത്തറ പാകിയ ശാസ്ത്രജ്ഞൻ. ഇന്ത്യയിലെ ശൂന്യാകാശ ഗവേഷണ പദ്ധതിക്ക് ശക്തമായ അടിത്തറ പാകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. നമ്മൾ പഠിച്ചു 1969 സ്ഥാപിതമായ ISROയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു വിക്രം സാരാഭായ്. ISRO രൂപീകൃതമായത് എന്നാണ്? 1969-ലാണ്. ISRO ഇവിടെ 6, അപ്പൊ 6 കണക്ട് ചെയ്യാലോ. ഇനി 6 തിരിച്ചിട്ടിട്ടുള്ളത് 9. അപ്പൊ ISRO രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1969-ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. നമ്മൾ പറഞ്ഞു ചട്ടിയും കലൊക്കെ ആയിട്ട് പോയിക്കോളാൻ പറഞ്ഞു എന്ന രീതിയിൽ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ അതാരാണ്? കേരളത്തിൽ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പൊ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടി പഠിച്ചു വെക്കുക. കൊഴിഞ്ഞ ഇലകളാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അപ്പോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭ നമ്മൾ കോഡുകളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്താവിനിമയം കിഡ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കുറച്ച് പാടാണ് എന്ന രീതിയിൽ. അപ്പൊ കിഡ്സ് എന്നതിൽ നിന്ന് കിഡ്വായി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന ഫേസിൽ പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം ചോദിച്ചാൽ അത് വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകം എഴുതിയത് ആരാണ്? പാറേമാക്കൽ തോമാ കത്തനാരാണ്. പാറേമാക്കൽ തോമാ കത്തനാരാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണമായ വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം ചോദിച്ചാൽ ഏതാണ്? അത് വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകം രചിച്ചത് പാറേമാക്കൽ തോമാ കത്തനാരാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം. ചോദിച്ചാൽ 2005. 2005-ലാണ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഏത് നിയമത്തെ റദ്ദാക്കിക്കൊണ്ടാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അതേതായിരുന്നു? 2002 വിവര സ്വാതന്ത്ര്യ നിയമമായിരുന്നു. 2002 വിവര സ്വാതന്ത്ര്യ നിയമം റദ്ദാക്കിക്കൊണ്ടാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. മലയാള പത്രമായിട്ടുള്ള സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഏത് വർഷം? 1905-ലാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചിട്ടുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അജിനോമോട്ടോയുടെ രാസനാമം ചോദിച്ചാൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നതാണ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തു പോവാം? അപ്പൊ അജിനോമോട്ടോ നമ്മൾ ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എങ്ങനെ കണക്ട് ചെയ്യാം? മോനെ
നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം എന്താണ് ക്യൂട്ടാണ് എന്ന രീതിയിൽ മോനെ ക്യൂട്ട എന്ന് ഓർക്കാം. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് അജിനോമോട്ടോയുടെ രാസനാമം. മോനെ ക്യൂട്ട് എന്ന രീതിയിൽ, ക്യൂട്ട് എന്നതിൽ നിന്ന് ഗ്ലൂട്ടാമേറ്റ് കണക്ട് ചെയ്യാലോ. അജിനോമോട്ടോയുടെ രാസനാമമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. വിശ്വപ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം വരച്ചത് ആര്? ആരാണ് മൊണാലിസ എന്ന ചിത്രം വരച്ചത്? അത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ലിയനാർഡോ ഡാവിഞ്ചിയാണ് മൊണാലിസ എന്ന ചിത്രം വരച്ചത്. നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മൊണാലിസ എന്ന് പറയുമ്പോൾ നമ്മൾ മോണ എന്ന് കണക്ട് ചെയ്തല്ലോ, മോണ. അപ്പോ ഇഞ്ചി കടിച്ച മോണ എന്നോർക്കാം, ഇഞ്ചി കടിച്ച മോണ. ഇഞ്ചി എന്നതിൽ നിന്ന് ഡാവിഞ്ചി കണക്ട് ചെയ്യാലോ. അപ്പൊ മൊണാലിസ എന്ന ചിത്രം വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഇനി ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? ഗൂർണിക്ക. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചിട്ടുള്ളത് പാബ്ലോ പിക്കാസോ. പാബ്ലോ പിക്കാസോ. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? പാബ്ലോ പിക്കാസോ. ഗൂർണിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? കൂർക്ക. ഗൂർണിക്ക, കൂർക്ക. കൂർക്ക മണ്ണിനടിയിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ അത് കിളച്ചെടുക്കാൻ നമ്മൾ എന്തെടുത്തു? പിക്കാസ്. പിക്കാസ് വെച്ചിട്ടാണ് കൂർക്ക കിളച്ചത്. അപ്പൊ ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോയാണ്. മൊണാലിസ എന്ന ചിത്രം വരച്ചിട്ടുള്ളത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12-ാം തീയതി പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കരട് തയ്യാറാക്കിയത്. മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12-ാം തീയതി പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? അത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കരട് തയ്യാറാക്കിയത്. അപ്പോ ക്ഷേത്രപ്രവേശനം ഏത് വർഷമാണ്? 1936 നവംബർ 12-ാം തീയതിയാണ് ചിത്തിര തിരുനാള് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പൊ ചോദിക്കാറുണ്ട്, ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ആ സമയത്ത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ചോദിച്ചാൽ അത് രാമസ്വാമി അയ്യറാണ്. രാമസ്വാമി അയ്യറാണ്. പഠിച്ചു വെക്കുക, രാമസ്വാമി അയ്യറാണ്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12-ാം തീയതിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ചോദിച്ചാൽ അത് ചിത്തിര തിരുനാളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ? ക്ഷേത്രത്തിൽ നല്ല തിരക്ക് എന്ന രീതിയിൽ. തിരക്ക് എന്നതിൽ നിന്ന് ചിത്തിര കണക്ട് ചെയ്ത് വെച്ചൂടെ? ചിത്തിര. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനി ആ സമയത്തെ ദിവാൻ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരിലും എന്ത് വരുന്നുണ്ട്? ദൈവത്തിന്റെ പേര് വരുന്നുണ്ട്. രാമസ്വാമി അയ്യറാണ്. രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. അപ്പോ ഏതൊക്കെയാണ് പ്രധാന ഹിമാലയൻ നദികള്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ. ബ്രഹ്മപുത്ര. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്, അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്. കൃത്യമായി തന്നെ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്ടോ. അപ്പൊ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. കേരളത്തിലെ ഏറ്റവും പഴയ വള്ളംകളി മത്സരങ്ങളിൽ ഒന്നായ ആറന്മുള വള്ളംകളി നടത്തുന്ന നദി ഏത് നദിയിലാണ്? ആറന്മുള വള്ളംകളി നടക്കുന്നത് അത് പമ്പാ നദിയിലാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? ആറന്മുള എന്ന് പറയുമ്പോൾ നമുക്ക് 6 മുള എന്ന് ഓർക്കാം. 6 മുളകള്. അപ്പൊ മുള എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 6 മുള യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ജലം വെള്ളം പമ്പ് ചെയ്യാണ്. പമ്പ് എന്നതിൽ നിന്ന് പമ്പാ നദി കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ. നമ്മൾ എങ്ങനെയാ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നെഹ്റു നമ്മുടെ പുന്നാര പ്രൈം മിനിസ്റ്റർ ആണ്. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് ഏതിലായിരുന്നു? അയ്യങ്കാളി വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ? അയ്യങ്കാളി എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. സമൂഹത്തിലെ ഉയർന്ന വെള്ളക്കാർക്കെതിരെയാണ് പോരാടിയത് എന്ന രീതിയിൽ അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമി ചോദിച്ചാൽ അത് ലഡാക്ക് പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ
പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ചോദിക്കാറുണ്ട്. എന്താണ് അത്? ത്രികോണമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ ത്രികോണമാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ ഏതാണ്? അത് വയനാടാണ്. വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീഠഭൂമി ചോദിച്ചാൽ അത് ലഡാക്ക് ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതു മൂലകത്തിൻ്റെതാണ്? ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതു മൂലകത്തിൻ്റെതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഹൈഡിഷ് എന്ന രീതിയിൽ ഓർത്താല് കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ഓക്സിജൻ കണ്ടെത്തിയിട്ടുള്ളത് ജോസഫ് പ്രീസ്റ്റ്ലി ആണല്ലോ. ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ പ്രീഷ്യസ് ആണ് എന്നോർത്താൽ പ്രീസ്റ്റ്ലി കണക്ട് ചെയ്യാലോ. ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏത് മൂലകത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായകരമായ വിറ്റാമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട കെ രണ്ടും കെ വെച്ചിട്ടാണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായകരമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിലെ വിവേകാനന്ദൻ. അപ്പൊ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? കേരളത്തിലെ വിവേകാനന്ദന് ഗമയാണ് എന്ന് കണക്ട് ചെയ്തു അല്ലെ. കേരളത്തിലെ വിവേകാനന്ദൻ എന്താണ്? നല്ല ഗമയാണ് എന്ന് ഓർത്താൽ ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. ഓർക്കാലോ. ഇനി അദ്ദേഹം മരിച്ച വർഷം PSC യിൽ ചോദിക്കാറുണ്ട്. 1961 ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് അമൃതവാണി, പ്രബുദ്ധ കേരളം മാസികകൾ ആരംഭിച്ചത് ആരാണ്? പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതവാണി എന്ന് പറയുന്നത് നമുക്ക് ആകാശവാണി എന്ന് കണക്ട് ചെയ്ത് വെക്കാം. ആകാശവാണിയിലൂടെ അനൗൺസ് ചെയ്യാണ് നമ്മുടെ കേരളം പ്രബുദ്ധമാവാൻ വേണ്ടി പോവുകയാണ് എന്ന രീതിയിൽ. അപ്പൊ അമൃതവാണി, പ്രബുദ്ധ കേരളം അല്ലെ. കേരളം എന്താണ്? ആകാശവാണിയിലൂടെ കേരളം പ്രബുദ്ധമാവാൻ വേണ്ടി പോവുകയാണ്. ആ ദിനങ്ങൾ എന്താണ്? കേരളത്തിൽ ആഗമിക്കുന്നു എന്ന രീതിയിൽ. ആഗമിക്കുക ആഗമാനന്ദ സ്വാമികൾ എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്തു പോവാം. അപ്പൊ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് അമൃതവാണി, പ്രബുദ്ധ കേരളം. 1114 കഥ എന്ന കൃതി രചിച്ചത് 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? അക്കങ്ങളാണല്ലോ. ആ രീതിയിൽ അക്കമ്മ ചെറിയാൻ കണക്ട് ചെയ്യാലോ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. ഇനി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുള്ളത് അക്കാമ ചെറിയാനെയാണ്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്? ഝാൻസി റാണി അല്ലെ. ഝാൻസി റാണി വാളേന്തി നിൽക്കുന്ന ആ ഒരു ചിത്രമാവും നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളെ കേരളത്തിലെ ഝാൻസി റാണി എങ്ങനെയാണ്? ചെറിയ വാൾ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ചെറിയ എന്നതിൽ നിന്ന് ചെറിയാൻ, അക്കമ്മ ചെറിയാൻ കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ജീവിതം ഒരു സമരം എന്ന ആത്മകഥ രചിച്ചിട്ടുള്ളത് അക്കാമ ചെറിയാനാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു എന്ന് പറയുമ്പോൾ ഒന്ന് എന്ന് പറയുന്നത് അക്കമാണ്. അപ്പൊ അക്കം എന്നതിൽ നിന്ന് അക്കാമ ചെറിയാനെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ 1114 കഥ എന്ന കൃതി രചിച്ചിട്ടുള്ളത് അക്കാമ ചെറിയാനാണ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ചോദിച്ചാൽ അത് ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം അത് ഇരവികുളമാണ്. ഇരവികുളത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. അപ്പൊ സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് സിംഹവാലൻ കുരങ്ങുകളാണ്.
മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. നമ്മൾ എങ്ങനെ പഠിച്ചു? മണ്ണിൽ കളിച്ചാൽ അമ്മയുടെ കയ്യിൽ നിന്ന് എന്താണ് നല്ല പെട കിട്ടും, നല്ല അടി കിട്ടും എന്ന രീതിയിൽ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി അത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി. ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പോ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാണ്? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. 1815 ആത്മീയ സഭ രൂപീകൃതമായത്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ചോദിച്ചാൽ 1858. 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചിട്ടുള്ളത്. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ കലാപത്തിന്റെ കേന്ദ്രങ്ങളും അവിടെ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളും കൃത്യമായി തന്നെ പഠിച്ചു പോവുക. അപ്പൊ ഝാൻസി റാണി നേതൃത്വം നൽകിയിട്ടുള്ളത് എവിടെയാണ്? ഝാൻസിയിലാണ്. അപ്പൊ ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ചോദിച്ചാൽ 1858. 1858. പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് ഏത് വർഷമാണ്? പഴശ്ശിരാജ 1805 നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു വരിച്ചിട്ടുള്ളത്. 1805 നവംബർ 30. അപ്പൊ ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ചോദിച്ചാൽ 1858. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം. തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഓക്സിജൻ നമ്മൾ പഠിച്ചല്ലോ. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പ്രീഷ്യസ് ആണ്. അപ്പൊ പ്രീസ്റ്റ്ലി ആണ്. ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹെൻറി കാവൻഡിഷ് കണ്ടെത്തിയിട്ടുള്ള ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നു. ഭാവിയിലെ ഇന്ധനമാണ് ഹൈഡ്രജൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിതയാണ് അക്കമ്മ ചെറിയാൻ. അപ്പൊ അക്കമ്മ ചെറിയാനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അക്കമ്മ ചെറിയാനെയാണ്. ജീവിതം ഒരു സമരം എന്ന ആത്മകഥ രചിച്ചത് അക്കമ്മ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചിട്ടുള്ളത് അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. അപ്പൊ പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളാണ്. ആദ്യത്തെ ഘട്ടം 1793 മുതൽ 1797 വരെയാണ്. അപ്പൊ രണ്ടാം ഘട്ടം ചോദിച്ചാലോ? രണ്ടാം ഘട്ടം 1800 മുതൽ 1805 വരെയാണ്. അപ്പൊ നമ്മൾ പഠിച്ചു 1805 നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു വരിച്ചു. 1805 നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു വരിച്ചിട്ടുള്ളത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. അപ്പൊ നമുക്കറിയാം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെയാവും അല്ലെ? ബെല്ലും ബ്രേക്കും ഇല്ലാതെയാവും എന്ന് ഓർത്താല് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണിക. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികയാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. എങ്ങനെ കണക്ട് ചെയ്യാം? ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. നമ്മൾ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റിയിൽ കളിക്കാൻ വേണ്ടി സമ്മതിക്കാറില്ല. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് ജെ തോംസൺ ആണ്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7. ദ്രവ്യത്തിന് 7 അവസ്ഥകളാണ്. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് 4ാമത്തെ അവസ്ഥയാണ്.